വന്നതിൽ ഒത്തിരി ദുഃഖമുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്നത് എന്റെ മാത്രം ആഗ്രഹമല്ല. എന്റെ കൂടെ ഇരിക്കുന്ന ഇവരെല്ലാം വർഷങ്ങളായിട്ട് എന്റെ കൂടെ ഉള്ളവരാണ്. ഇവരെല്ലാം കണ്ടേനെ പറഞ്ഞു, ഇപ്പൊ ബ്രദർ വീഡിയോ ഇട്ടില്ല എങ്കിൽ ബ്രദറിന്റെ ലൈഫേ ഇല്ലാണ്ടാകും, അതുകൊണ്ട് സത്യം തുറന്നു പറയണമെന്ന് പറഞ്ഞു. വിഷയം ഇതാണ്: മാരിയോ ജോസഫ് എന്ന മോട്ടിവേഷൻ സ്പീക്കർ ടിവിയുടെ സെറ്റാപ്പ് ബോക്സ് കൊണ്ട് സ്വന്തം ഭാര്യയുടെ തലക്കടിച്ച് മുറിപ്പെടുത്തിയെന്നും അവളുടെ മുടി പിടിച്ച് വലിച്ചെന്നും അവളെ കടിച്ചു പറിച്ചെന്നും കേരളത്തിലുള്ള എല്ലാ മാധ്യമത്തിലും 2-3 ദിവസമായിട്ട് ഭയങ്കര ചർച്ചാ വിഷയമാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ആ താമസിച്ചതും വഴക്കുണ്ടായതുമായ വീട്ടില് TV ഇന്നുവരെ വാങ്ങിയിട്ടില്ല, അവിടെ TV ഇല്ല, അവിടെ അങ്ങനെ ഒരു സെറ്റാപ്പ് ബോക്സും ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ FIR എന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. അത് ആ നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. അപ്പൊ സബ്ജക്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ആ സബ്ജക്റ്റിലേക്ക് വരാം. ശരിക്കും മാരിയോ ബ്രദർ ജിജിയെ തല്ലുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തിനാണ് എന്നറിയണം. അതിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. എന്റെ അടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേര്, ജന്മനാ പേര് അജ്മൽ എന്നാണ്. പക്ഷെ മാമോദിസ മുങ്ങിയ പേരെന്ന് പറഞ്ഞ സാംസൺ. ഇത് സാംസൺ. അജ്മൽ എന്ന പേര് കേൾക്കുമ്പോൾ അയ്യോ അജ്മൽ കസബോ തീവ്രോ അതൊന്നും ഇത് അജു എന്ന് എല്ലാവരും ഇഷ്ടത്തോടെ വിളിക്കും. അജു 2018 ഞാൻ നടത്തുന്ന ഒരു ധ്യാനത്തിൽ വന്ന് പങ്കെടുത്ത് മാനസാന്തരപ്പെട്ടതാണ്, മാമോദിസ മുങ്ങിയതാണ്. ആളുടെ ഭാര്യയും മാമോദിസ മുങ്ങിയതാണ്. മാമോദിസ പേര് എന്റെ ഭാര്യയുടെ എസ്തർ, കൊച്ചും മാമോദിസ മുങ്ങിയതാണ്. ഇവരെല്ലാം സെന്റ് ജോസഫ് ആളൂര് ഇടവകയിലെ നല്ല ക്രിസ്ത്യാനികളാണ്, സഭാത്മക ജീവിതം നയിക്കുന്നവരുമാണ്. അജു ഡ്രൈവറായി വന്നതുകൊണ്ട് 2018 മുതൽ എന്റെ ഇൻ ആൻഡ് ഔട്ട്, അതായത് എന്റെ രാവും പകലും ഒന്നിച്ച് സഞ്ചരിക്കുന്നത് കൊണ്ട് അവൻ എന്നെ നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. ഇല്ലേ? ഇനി അടുത്തിരിക്കുന്ന ചേച്ചിയുടെ പേര് സുലേഖ എന്നാണ്. കേൾക്കുമ്പോ എല്ലാരും വിചാരിക്കും അയ്യോ ഇതൊരു മുസ്ലിം ആണെന്ന് വിചാരിക്കും. സുലേഖ ടീച്ചർ ക്രിസ്ത്യാനിയായിട്ട് എത്ര വർഷമായി? 10 വർഷമായി മാമോദിസ മുങ്ങി ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്ന ആളാണ്. യെസ്. ഇനി ആന്റണി മാഷ് ഒന്ന് മൈക്ക് കൊടുത്ത്. ദേവസ്യ ആന്റണി. താങ്കള് മുസ്ലിം വല്ലതും ആണോ? താങ്കൾ തീവ്രവാദിയൊന്നുമല്ലല്ലോ. ഒരിക്കലും അല്ല. ഓക്കെ. നിങ്ങൾ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് അല്ലെ? ക്ലിയർ. ഇവർക്ക് ഒരു മോനുണ്ടായിരുന്നു. ആ മോന് 25ാമത്തെ വയസ്സിൽ, അതായത് ഇവര് വിവാഹം കഴിച്ച് 8 വർഷം കാത്തിരുന്ന് കിട്ടിയ കൊച്ച് ഒരു ആക്സിഡന്റിൽ സ്വർഗത്തിൽ പോയി. ഇവരുടെ ജീവിതം കംപ്ലീറ്റ് തകർന്നു പോയി. ഇനി ജീവിതം വേണ്ടെന്ന് വിചാരിച്ച ആത്മഹത്യക്ക് ഇവർ തയ്യാറായി നിൽക്കുന്ന സമയം ഞാനും ജിജിയായിട്ടുള്ള ഏതോ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇവര് ഞങ്ങളെ കോൺടാക്ട് ചെയ്തു, എന്റെ അടുത്ത് വന്നു. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് എന്റെ അപ്പനും അമ്മയൊന്നും ശുശ്രൂഷിക്കാൻ ജീവിതത്തിൽ പറ്റിയിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന പോലെ എന്റെ അപ്പനും അമ്മയെ പോലെ ഞാൻ കൂടെ നിർത്തിക്കോളാം, നിങ്ങൾ ഇവിടെ നിൽക്കും, മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. അന്ന് മുതൽ അവരെന്റെ കൂടെ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി എങ്ങനെയാണ് ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടായെന്ന് ഞാൻ പറയാം. 2018 പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഒരുപാട് വിദേശ പ്രോഗ്രാമുകൾ നടത്തി വന്ന് കുറച്ച് കാശ് കൊണ്ട് എന്റെ വീട് പുതുക്കി പണിത് ബാക്കിയുള്ള കുറച്ച് കാശും യൂട്യൂബ് ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് വരുമാനമുണ്ട്. അത് വെച്ചിട്ട് ഈ നാട്ടിൽ തന്നെ കൊമ്പത്ത് കടവ് എന്ന് പറയുന്ന സ്ഥലത്ത്, ചാലക്കുടിയിലെ കൊമ്പത്ത് കടവ്, സുലോചന എന്ന് പറയുന്ന ഒരു വൃദ്ധ, അവരുടെ മോള്, ഭർത്താവില്ല, മോൾക്ക് 2 കുഞ്ഞുങ്ങള്, ഇവർ ഒരു ടാർപ്പാളി ഷെഡില് മഴയത്ത് കിടക്കുന്ന ഫോട്ടോ ഒരു പത്രത്തിൽ കണ്ടു. ഞാൻ അജുവിനെ ഏൽപ്പിച്ചു. ഇവൻ അന്ന് വണ്ടി ഓടിക്കുന്ന ആളാണ്. മോനെ നീ ഒരു കാര്യം ചെയ്ത് ആ വീട് സത്യമാണോ എന്ന് അന്വേഷിക്കും, നമുക്കൊരു വീട് പണി കൊടുക്കാം. ഒരാളുടെ സഹായമില്ലാതെ അജുവും അന്ന് കോൺട്രാക്ടറിന്റെ പേരെന്തായാലും അത്രയും കോൺട്രാക്ടറും നിന്ന് ആ വീട് പണി കൊടുത്തു. അജു ആണെന്ന് എന്റെ അടുത്ത് പറയുന്നത്, ബ്രദറിന് ലോകം മുഴുവനും പോകുന്നു, ആളുകൾ അറിയാം, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയാൽ കുറച്ച് കൂടുതൽ നന്മ ചെയ്തുകൂടെയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു അതിന്റെ പേപ്പർ വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഈ പാവം അജു ആണ് ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മുഴുവൻ ബയോലോസും നെറ്റിൽ നിന്ന് പരതിയെടുത്തും പല അഡ്വക്കേറ്റ്മാരെ പോയി കണ്ടും എല്ലാം റെഡിയാക്കി. അന്ന് ഞാൻ ഇവനെ അതിലൊരു മെമ്പർ ആക്കണമെന്ന് മനസ്സിൽ ഭയങ്കര കൊതിയായിരുന്നു. പക്ഷെ എന്റെ ഭാര്യയുടെ അപ്പൻ അമ്മ കംപ്ലീറ്റ് എതിർത്തതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് സത്യം. ഓർമ്മയുണ്ടല്ലോ. അപ്പം കാരണം അവര് പറഞ്ഞത് ഡ്രൈവറിനെ കൊണ്ടുപോയിട്ട് എങ്ങനെയാ മെമ്പർ ആക്കുന്നതെന്ന് ചോദിച്ചാൽ വഴക്കുണ്ടാക്കിയത്. പിന്നെ ഞാൻ ഇവനോട് പറഞ്ഞു സോറി ഇടാം. ഇവൻ ഒരുപാട് തെറി വിളിക്കുകയും വഴക്കുവരെയൊക്കെ അന്ന് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ജനം അറിയേണ്ട ഒരു കാര്യമാണ്. ഇതാണ് അജു. ഇനി സുലേഖയും അതുപോലെ തന്നെ ദേവസ്യ ആന്റണി മാഷും എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല അവരെങ്ങനെയാ വന്നതെന്ന്. ഇവർക്ക് എന്തോ ഇൻഷുറൻസ് കിട്ടിയ ഒരു 10-15 ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ജിജിയും ജിജിയുടെ മാതാപിതാക്കളും ഇവരെ പ്രലോഭിപ്പിച്ച് നിങ്ങളെ ട്രസ്റ്റിലെ മെമ്പർ ആക്കാം എന്നും പറഞ്ഞ് 15 ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങി. മൈക്ക് മാഷിന് കൊടുക്കും. മാഷ് അത് പറയട്ടെ. വാങ്ങിയതല്ലേ മാഷ? പൈസ വാങ്ങിയതാണ്. അത് വാങ്ങുമ്പോ പിലാർമുടിയിൽ ആദ്യമായിട്ട് സ്ഥലം, അത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ടാണ് സംസാരിച്ച് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന് സ്ഥലം കാണുമ്പോൾ ആ സ്ഥലം വാങ്ങുമ്പോൾ നമുക്ക് പകുതി എന്നും പറഞ്ഞാണ് ആദ്യം വാങ്ങിയത്. പിന്നീട് പറഞ്ഞു നമുക്ക് അത് പകുതി പറ്റില്ല, നിങ്ങളെ ട്രസ്റ്റ് മെമ്പർ ആക്കാം എന്ന് പറഞ്ഞിട്ടാണ്
അത് ആദ്യമായിട്ടാണ് സ്ഥലം വാങ്ങുന്നതും. ഞങ്ങൾ 4 പേര്, സുലേഖ, ഞാന്, മാരിയോ, ജിജി, 4 പേര് അവിടെ ഒരു കല്ലിന്റെ ചുറ്റും ഇരുന്ന് സംസാരിച്ചിട്ടാണ് ആദ്യത്തെ തീരുമാനം. പിന്നീട് അവര് അതെല്ലാം നിങ്ങൾ ഒഴിവാക്കിയിട്ട് ട്രസ്റ്റ് കുടുംബം കൊണ്ടുപോയി അല്ലേ? എന്നിട്ട് ആ കാശ് കുറ്റബോധം വന്ന ഞാൻ എന്ത് ചെയ്തു? മാരിയോ എനിക്ക് ആ പണം തിരിച്ചു തന്നു. അത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അന്നേരം തിരിച്ചു. ഞാൻ പറഞ്ഞു തിരിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്, തിരിച്ചു തരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതല്ല, അത് എന്റെ കടപ്പാടാണെന്ന് പറഞ്ഞ് തിരിച്ചു തന്നു. ഇനി ട്രസ്റ്റ് തുടങ്ങുമ്പോഴേക്കും ഭാര്യ ഭയങ്കര ബഹളം വെച്ച്, ഞാന്, ഭാര്യ, അവളുടെ അപ്പൻ, അവളുടെ അമ്മ, ഞാൻ പറഞ്ഞത് ഫാമിലി ട്രസ്റ്റ് ആകും, പൊതു ഫണ്ടൊന്നും സ്വീകരിക്കാൻ പറ്റില്ല, ഫാമിലി ട്രസ്റ്റ് പറ്റൂലെന്നും പറഞ്ഞ് ബഹളം വെച്ചപ്പം ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ആൺസുഹൃത്ത്, വളരെ അടുത്ത, അതായത് എന്നെക്കാൾ അധികം പലപ്പോഴും അവനെ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ആൽബിയൻ കുഞ്ഞുമോൻ എന്ന് പറയും, കോട്ടയംകാരനാണ്. അവനെ പേരിനെടുത്തിട്ടു, പേരിന് ഒരാൾ മാത്രം. അവന്റെ ഒരു പ്രത്യേകത, ജിജി എന്ത് പറയുന്നു അത് മാത്രമേ അവിടെ ചെയ്യുള്ളൂ. അപ്പോ ട്രസ്റ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി തുടങ്ങിയപ്പോഴേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട്, പിന്നെ ഞാൻ സഹിച്ചു. എന്റെ ഭാര്യയല്ലേ. മാത്രമല്ല, അതിന്റെ രജിസ്ട്രേഷന്റെ അന്ന് രജിസ്ട്രാർ ഈ പേപ്പർ വായിക്കുമ്പോൾ കേൾപ്പിക്കുമല്ലോ, അന്നേരം പറയുന്നത് മാനേജിംഗ് ട്രസ്റ്റിക്കും ജോയിന്റ് മാനേജിംഗ് ട്രസ്റ്റിക്കും തുല്യ അധികാരം ഉണ്ടായിരിക്കുന്നു. പെട്ടെന്ന് ഷോക്കായിപ്പോയി. ഞാൻ അജുനെ നോക്കി, എന്റെ കൂടെയുള്ളവരെല്ലാം തിരിച്ചു മറിച്ചു നോക്കി, ഇതെന്താ ഞാൻ പറയാത്ത കാര്യം പറഞ്ഞാണ്. അപ്പോഴാണ് അറിയുന്നത് ഇവളുടെ ഒരു അനുജത്തിയുണ്ട്, ഷീജ, ആലപ്പുഴയാണ് കെട്ടിച്ചത്. ഭർത്താവിന്റെ പേര് സേവിച്ചൻ എന്നാണ്, ദുബൈയിലാണ്. സേവിച്ചൻ, ഫോട്ടോ ഞാൻ ഇവിടെ ഇടാം. ഇവൻ ഈ ഡീഡിൽ ഇങ്ങനെ ഒരു ക്ലൂ വെച്ച് തിരുത്തി എന്നെ കാണിക്കണ്ടെന്ന് ജിജിയോട് പറഞ്ഞു. രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഞാനത് അറിഞ്ഞത്. അങ്ങനെ ഒരു ചതി തുടക്കത്തിൽ സംഭവിച്ചും പോയി. പോട്ടെ, ഇത് കഴിഞ്ഞ് കോവിഡ് കാലമായതുകൊണ്ട് ഇഷ്ടംപോലെ മരുന്ന് കൊടുക്കുന്നു, ഇഷ്ടംപോലെ വീടുകൾ പണിയുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു, ഒരുപാട് നന്മ ചെയ്തു. പക്ഷെ മനസ്സിൽ ഇവരെ ഓർത്തുള്ള വേദന എനിക്ക് എന്നും ഉണ്ടായിരുന്നു. ആദ്യത്തെ ചതി അതാണ് നിങ്ങൾ അറിയേണ്ടത്. 2023 ജിജിയുടെ അപ്പന്റെ അനിയത്തിയുടെ മോൻ എന്ന് പറഞ്ഞാൽ അവളുടെ കസിൻ സന്തോഷ് ജോർജ് AC, തിരുവനന്തപുരം. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനുമായി നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്പം കൂടുതൽ അടുപ്പം ഉണ്ടെന്ന് പറഞ്ഞു. പയ്യന്റെ പേര് ഞാൻ പറയുന്നില്ല, ഫോട്ടോ കാണിക്കുന്നില്ല, എനിക്ക് അവൻ മകനെ പറഞ്ഞു. പക്ഷെ ഇച്ചിരി അടുപ്പം കൂടിപ്പോയി, അവരൊന്നിച്ച് ഒരുപാട് വാഹനത്തിൽ സഞ്ചരിക്കുന്നു, അതൊക്കെ ഒന്ന് നിയന്ത്രിക്കണം. ഞാൻ നിയന്ത്രിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ, അവരൊന്നിച്ച് ലേറ്റ് ആയിട്ടൊക്കെ യാത്ര ചെയ്യുന്നത് നിയന്ത്രിക്കാൻ ചെന്നപ്പോൾ അവനും അതനുസരിച്ചില്ല, ജിജിയും അനുസരിച്ചില്ല. അപ്പൊ ജിജി ചോദിച്ചു, നിങ്ങൾ എന്താ ഇത്ര സംശയിക്കുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നിന്റെ സ്വന്തം കസിൻ സന്തോഷാണ് എന്നോട് വിഷയം പറഞ്ഞു പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ജിജി ഓഫീസിൽ വന്നിട്ട് ചെയ്ത പണി, സന്തോഷിന് ഒരൊറ്റ അടിയിൽ അവന്റെ ചെവി പൊട്ടി ചോര പുറത്തൊക്കെ ഒഴുകി. ഇവൻ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കിടന്ന് MLC ആക്കി, കേസാക്കി. കൊരട്ടി സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്നെ അറിയാവുന്ന സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ കണ്ണീരോടെ പറഞ്ഞു, ബ്രദറെ, ഇത് പുറത്തിറങ്ങ നിങ്ങളുടെ ഫിലോക്കാലിയ പ്രസ്ഥാനം മുളയിലെ മുള്ളിപ്പോകും, ഇതെങ്ങനെയെങ്കിലും പുറത്തുനിന്ന് ഒത്തുതീർക്കണം എന്നുള്ള എല്ലാ പോലീസ് അറിയും. ഞാൻ മനസ്സിൽ പറഞ്ഞു. ഒത്തുതീർപ്പാക്കാൻ ജിജി അവന്റെ അടുത്ത് സംസാരിക്കുന്നില്ല, അവൻ കസനാണല്ലോ, കളിക്കൂട്ടുകാരെ ഒന്നിച്ച് വളർന്നു. അവൻ പറഞ്ഞ 5 ലക്ഷം രൂപ തരണം. ജിജി എന്റെ അടുത്ത് വന്നിട്ട് ഒരു 5 ലക്ഷം രൂപ കൊടുക്കുക. ഞാൻ പറഞ്ഞ എന്റെ കയ്യിലില്ല. അവള് പറഞ്ഞ ട്രസ്റ്റിന് കൊടുക്കണം. ഞാൻ പറഞ്ഞു പറ്റില്ല, ട്രസ്റ്റിന് കൊടുക്കില്ല. നീ ഒരാളെ തല്ലി പൊട്ടിച്ചിട്ട് അതിന് കോമ്പൻസേഷൻ ഈ കഞ്ഞി കുടിക്കാതെ സേവ് ചെയ്ത ജനങ്ങൾ 50 രൂപ 100 രൂപ 1000 രൂപ ഇടുന്ന ട്രസ്റ്റിൽ നിന്ന് 5 ലക്ഷം കോമ്പൻസേഷൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കുന്നുണ്ട്. അന്ന് മാഷിദിനൊക്കെ സാക്ഷിയാണ് അല്ലെ? ഈ അടി ടീച്ചറെ പറഞ്ഞു 22-ൽ 23-ലായിരുന്നു. 22-ൽ. ഓക്കെ, സോറി കേട്ടോ, വർഷം മാറിപ്പോയി. അവർ പറയുന്നത് 22-ലാണ് സന്തോഷിന് ചോര വന്നതും എല്ലാം. ഇവരെല്ലാം അവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഈ 5 ലക്ഷം ഇവരെങ്ങനെ കൊടുത്തെന്നറിയോ? ജിജിയും അക്കൗണ്ടന്റും ഈ ജിജിക്ക് ഇഷ്ടമുള്ള ഓഫീസിലെ അന്നത്തെ ആ പയ്യനും ചേർന്ന് ഒരു ചെക്കിനകത്ത് എന്റെ കള്ള ഒപ്പിട്ട്, 2 ചെക്കില് 2.5 ലക്ഷമാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതെല്ലാം തെളിവ് സഹിതം പിന്നീട് പുറത്തു വരുന്നതാണ്. ചെക്ക് ലീഫിന്റെ നമ്പർ അടക്കം എന്റെ കള്ള സൈൻ ഇട്ടു. അതെങ്ങനെയാ കള്ള സൈൻ ഇട്ടെന്ന്? ഇവര് കള്ള സൈൻ ഇടുന്നത് ഈ ചെക്കിലിടുന്നതല്ല, അല്ലാതെ ഓഫീസിൽ ഇടുന്നത് കണ്ട ഒരാളുണ്ട്. ഇത് ഇവിടെ ഇട്ടുണ്ട്, ആ മൈക്കൊന്ന് കൊടുത്ത്. ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടത് എങ്ങനെയാണെന്നറിയോ? ഒന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ചെയ്തെന്ന്? വേറെ പേപ്പറിലുള്ള സിഗ്നേച്ചർ വെള്ളം നനച്ച് അതിലേക്ക് വെച്ച് അമർത്തി വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു കല അവിടെ വീഴുമ്പോ അതിനകത്ത് കൂടെ സൈൻ ചെയ്യാണ്. ഞാൻ ചോദിച്ചു വന്ന് എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇത് ഇവർക്കൊക്കെ അറിയാം, കാരണം ഇവിടെ സാറില്ലാത്തപ്പോ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. യെസ്, അന്നത്തെ അക്കൗണ്ടന്റ്. അങ്ങനെ കാശ് മറിച്ചപ്പോ ഞാനും ജിജിയും നല്ല വഴക്കായി. വഴക്കായി ഒരു മാസത്തോളം ഞാൻ തമിഴ്നാട്ടിൽ പോയി താമസിച്ചു. സത്യം പറഞ്ഞ മാഷിനും ടീച്ചറിനും അറിയാം, എനിക്ക് പറ്റിയില്ല. കാരണം ഇത് അവള് കള്ള ഒപ്പിട്ടതിനേക്കാളുപരി പാവപ്പെട്ടവരുടെ വേർപ്പിന്റെ കാശെടുത്താണ് എന്നെ സങ്കല്പിക്കുന്നത്. കാര്യം ഞാൻ എന്റെ ഭാര്യയാണ്, പറയാൻ പാടില്ല, ഞാൻ മറച്ചു വെച്ചു. എന്റെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ, അത് ഞാൻ ചെയ്ത തെറ്റ്. സോറി. ഇത് കഴിഞ്ഞിട്ട്
2023 ആയപ്പോഴേക്കും ഞാനൊരു തീരുമാനം എടുത്തു, ഇങ്ങനെ പോയാൽ പറ്റൂല, ഇവർ ഒരുപാട് മോഷ്ടിക്കുന്നത് പിന്നെ പറയാം, എന്തൊക്കെ മോഷ്ടിച്ചു എന്നുള്ളത് പറയാം. തടുക്കണമെങ്കിൽ കുടുംബത്തിന്റെ ആധിക്യത്തിൽ നിന്നും ട്രസ്റ്റിനെ മോചിപ്പിക്കണം. അതിന് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് പകരം സെൻട്രൽ ഗവൺമെന്റിന്റെ രജിസ്ട്രേഷനിൽ NGO കമ്പനി ആക്ടിൽ ചെയ്യണം. ₹1 തൊട്ട് കളിക്കാൻ നടക്കുന്നില്ല. ഓൺ ദ സ്പോട്ടിൽ സൈറ്റിൽ എന്തായി പോകും, കമൻസിങ് നടക്കാതായി പോകും, അതിന് കംപ്ലയിൻസ് ആകും, സംഭവം പ്രശ്നമാകും. ഇതേ നടക്കുള്ളൂ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോഴേക്കും ജിജി ഭയങ്കര ബഹളം, പുറത്തുനിന്ന് ഒരാളെ എടുക്കാൻ. ഞാൻ അജ്മലിനെ മാഷിന്റെ പേര് തലകുത്തനെ പറഞ്ഞു. അവസാനം അങ്ങനെ രജിസ്റ്റർ ചെയ്തത് ജിജി, ഞാൻ, അവളുടെ അമ്മ. വീണ്ടും നോക്ക്, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. 1 വർഷം ഞാൻ ഈ NGO ആക്റ്റീവ് ആക്കാതെ മരവിപ്പിച്ചിട്ടു. കാരണം ആക്റ്റീവ് ആക്കിയിട്ട് കാര്യമില്ല, കുടുംബം തന്നെയാണ് വീണ്ടും കൈയിട്ട് വരും. അവസാനം 1 വർഷം കഴിഞ്ഞത് കമന്റ് ചെയ്യാൻ ടൈം ആയപ്പോൾ വക്കീൽ പറഞ്ഞു, എന്നാൽ ഇത് വൈൻഡപ്പ് ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ ഞങ്ങൾ 3 പേരും രാജി അപ്ലോഡ് ചെയ്യാൻ കൊടുത്തപ്പോൾ വക്കീൽ എന്നോട് ചോദിച്ചു, ബ്രദറെ, ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്നുള്ള പേര് ഒരിക്കലും കിട്ടൂല, അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യും, അവരുടെ രാജി സ്വീകരിച്ച് അവരെ പുറത്താക്കിയിട്ട് താങ്കൾക്ക് വിശ്വാസമുള്ള 2 പേരെ എടുക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ അജ്മലിനെ പറഞ്ഞു പറ്റിച്ചതാണ് ട്രസ്റ്റിൽ എടുക്കാന്ന്, മാഷിനെ പറഞ്ഞു പറ്റിച്ചതാണ്, 15 ലക്ഷം രൂപയും മേടിച്ചാണ് ഞാൻ തിരിച്ചടക്കേണ്ടതെന്നാണ്. ഇവരുടെ പേര് കൊടുത്തു, അത് രജിസ്റ്റർ ചെയ്തു. അന്ന് തുടങ്ങി ജിജിയും ഞാനും തമ്മിലുള്ള മൂർച്ചയേറിയ വഴക്ക്. പക്ഷെ ഇതൊന്നും പുറത്ത് ഞാൻ പറഞ്ഞില്ല, ആരോടും പറയാൻ പോയില്ല. കാരണം എന്റെ കുടുംബം നമ്മൾ മലനാടുന്ന ഉത്പാദനമൊക്കെ പറഞ്ഞ പോലെയല്ലോ, തല്ല് കുത്തി നാട്ടിക്കുന്നത് എന്തിനാന്ന് വിചാരിച്ചു. എന്റെ മക്കള് 2 പെൺപിള്ളേരാ, വേണ്ടിയില്ല, അവർക്കൊക്കെ അറിയാൻ പറ്റും. കഴിഞ്ഞ ഈസ്റ്റർ സമയം, ഇതാണ് പ്രധാന പോയിന്റ് ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ ഈസ്റ്റർ സമയം ഞാനൊരു കാര്യം അറിയാണ്, എന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കോൺവെന്റ് 4000-ലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 9 ബെഡ്റൂം ഉണ്ട്, 9-നും അറ്റാച്ച്ഡ് ബാത്റൂമാണ്, 2 നിലയിലും വലിയ ഹോളുണ്ട്, 2 വലിയ കിച്ചൺ ഉണ്ട്. അത് നാഷണൽ ഹൈവേ എന്ന് വാക്കബിൾ ഡിസ്റ്റൻസ്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ്, ബസ് സ്റ്റാൻഡിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ്, ഇതിനേക്കാളുപരി എയർപോർട്ട് 10-15 കിലോമീറ്റർ ഉള്ളൂ. എങ്ങനെ പോയാലും ആ ബിൽഡിങ്ങിന്റെ വില എന്റെ കാഴ്ചപ്പാട് ഒരു 1.5 കോടി 2 കോടി രൂപ വരും. ഇത് ജിജി എടുത്തത് ജിജിയുടെ അനുജൻ സജോയ് എന്ന ആളുടെ പേരിലാണ്. സ്വന്തം അനുജൻ, മറ്റനിയനുള്ള സജോയ്, അവൻ കുവൈറ്റിലാണ്. അവന്റെ ഭാര്യയാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ് വരുമ്പോൾ, ഞാൻ ഫോട്ടോ ഇട്ടേക്കാം, നിങ്ങളെല്ലാം ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്ന ആളാണ്. ആൾക്കും ശമ്പളത്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നത്, വെറുതെ വന്നിട്ടൊന്നും അല്ല കേട്ടോ, ഇവരെല്ലാം അങ്ങനെയാണ്. എന്തോ ആവട്ടെ, സംഭവിച്ചത് ഈ ബിൽഡിംഗ് വാങ്ങിയതിനെ ഞാൻ ജിജിയോട് ചോദ്യം ചെയ്തു, നീ അല്ലേ കാശ് മുടക്കിയത്, എങ്ങനെ അവൾ കാശ് മുടക്കിയെന്നുള്ളത് എന്റെ വേദന പറയാണ്, സോറി കേട്ടോ. ഈ വയനാട്ടിലെ പ്രൊജക്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ വിദേശത്ത് നിന്ന് രാവും പകലും പണിയെടുക്കുന്ന മലയാളികൾ, എനിക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാനം, ഭയങ്കര ഇഷ്ടമാണ്. കാരണം നിങ്ങളുടെ കഠിനാധ്വാനം പല രാജ്യത്തും ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്. രാവിലെ ഭാര്യ ജോലിക്ക് പോകുന്നു, ഉച്ചയ്ക്ക് ഭർത്താവ് പോകുന്നു, വീണ്ടും വൈകുന്നേരം ഭാര്യ പോകുന്നു, രാത്രി എന്നിട്ട് കൊച്ചുങ്ങളെ വഴിയിൽ വെച്ച് കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടൊക്കെ നിങ്ങൾ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ വേദന അറിയാം. അങ്ങനെ നിങ്ങൾ അധ്വാനിച്ച് കിട്ടുന്ന ഞായറാഴ്ച നിങ്ങൾ ഓവർ ടൈം ചെയ്ത് അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്ത് നിങ്ങൾ സമ്പാദിക്കുക. എന്നിട്ട് എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഇടവകകളിലും നിങ്ങളുടെ അമ്പലത്തിലും നിങ്ങളുടെ മസ്ജിദിലും ഒക്കെ നാട്ടിൽ നിന്നുള്ള ഗുരുക്കന്മാരൊക്കെ വന്ന് ഓരോ കാര്യം പറഞ്ഞ് നിങ്ങളോട് ചോദിക്കുമ്പോൾ ഒരാൾ മടി കാണിക്കാതെ കാശ് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന നിങ്ങൾ ട്രസ്റ്റിലേക്ക് കാശ് അയക്കാൻ നോക്കി. അപ്പൊ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ നേരിട്ട് ഇടാൻ പറ്റില്ല, കാരണം ഇതിന് FCRA ലൈസൻസ് ഇല്ല. അങ്ങനെ പെട്ട കുറെ കുടുംബങ്ങൾ മാരിയോ ബ്രദറിന്റെ ഭാര്യയല്ലേ എന്ന് വിചാരിച്ച് എന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കാശ് കൊടുത്തു. എത്ര രൂപ വന്നെന്നോ, ആര് കൊടുത്തെന്നോ, എന്ത് ചെയ്തെന്നോ എനിക്ക് ഒരു ഇൻഫർമേഷനും ഇല്ല. മാനേജിംഗ് ട്രസ്റ്റിയാണ്, കുടുംബക്കാരെ തീരുമാനിക്കും. മാത്രമല്ല അവൾക്ക് വേണ്ടപ്പെട്ട അവളുടെ അമ്മയുടെ അക്കൗണ്ട് കൊടുത്ത് കാശ് സ്വീകരിച്ചു എന്ന് ഞാൻ അറിയാൻ ഇടയായി. അപ്പന്റെ അക്കൗണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല, അത് റിങ്കുവിന്റെ അക്കൗണ്ട്. ഇങ്ങനെ ഇവൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അക്കൗണ്ട് കൊടുത്തിട്ട് വിദേശത്ത് നിന്ന് കാശ് സ്വീകരിച്ചു. അപ്പൊ ആരെയും സ്വീകരിച്ചില്ല എന്ന് ചോദ്യം വരും. ഞാനും സ്വീകരിച്ചിട്ടുണ്ട്. അതൊന്നെങ്കിൽ ട്രസ്റ്റിൽ നേരെ ഇട്ടു, അല്ലെങ്കിൽ അത് നേരെ എടുത്തിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊടുത്തു. അതിന്റെ തെളിവ് അറിയണമെങ്കിൽ കഴിഞ്ഞ വർഷം, അതായത് 2024 ED നേരിട്ട് എന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിലേക്ക് എറണാകുളം വിളിപ്പിച്ച് എന്റെ മുഴുവൻ അക്കൗണ്ട് പരിശോധിച്ച് അതിന്റെ തെളിവുകൾ മുഴുവൻ കൊടുത്ത് ക്ലിയർ ചെയ്താണ് നെഞ്ചു വിരിച്ചിരുന്ന് കയ്യും തുറന്നിരുന്നിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. അവൾ ഇങ്ങനെ ആ കാശ് ഉപയോഗിച്ചു. എന്റെ അഭിപ്രായത്തിൽ ഒരു 1 കോടിയുടെ മേളിൽ ബിൽഡിങ്ങിനുണ്ട്, ഒരു 50 ലക്ഷം ഫ്ലാറ്റിൽ പോയി കാണും, ഒരു 10, 30, 40 ലക്ഷം അതിന്റെ ഫെയർ വാല്യൂ അങ്ങനെ എന്തോ കാണിച്ചിട്ട് സ്ഥലക്കച്ചവടത്തിൽ അങ്ങനെയൊക്കെയാണല്ലോ നടക്കാറ്, നിങ്ങൾക്കറിയാം. ഇനി അവള് ചെയ്ത് വേറൊരു ക്രൂരത, ഇത് അനിയന്റെ പേരിൽ വാങ്ങിയിട്ടിട്ട് ആ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ബോർഡ് വെച്ചെന്നോ ഫിലോകാലിയ ഫൗണ്ടേഷന്റെ എംബ്ലം കൊണ്ടുവച്ചു. അല്ല ഇപ്പോഴും അത് അവിടെ ഇല്ലേ? നിങ്ങൾ പറ, ജനം കണ്ട എന്ത് വിചാരിക്കും? ആ പറഞ്ഞോ. ഫിലോകാലിയുടെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഈ പറയുന്ന ആരാന്നറിയാം, നമ്മുടെ സ്റ്റാഫാന്ന് ഓർക്കണം. അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അനിയന്റെ പേരിലാണ്. വെറുതെ അല്ല, മുഴുവൻ സ്റ്റാഫുകളും ഒറ്റ രാത്രി എന്റെ കൂടെ ഇറങ്ങിക്കുന്നത്. ഇതെല്ലാം സ്റ്റാഫുകൾ, കുറച്ച് സ്റ്റാഫ് ഇപ്പൊ ഇവിടെ ഇല്ല. ബാക്കി സ്റ്റാഫ് ഒരാളുടെ ആരോ മരിച്ചിട്ട് പോയി, വൈശാഖിന് അങ്ങനെ പറ്റി, അങ്ങനെ 3 സ്റ്റാഫ് ഇപ്പൊ ഇവിടെ 3-4 സ്റ്റാഫ് കുറവുണ്ട്. അവർക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് എല്ലാവരും ഇനി പോകും. അവിടെ ഇപ്പൊ ഓഫീസിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ ജിജിയുടെ ഈ ബിൽഡിംഗ് വാങ്ങിയ അനിയന്റെ ഭാര്യയും ജിജിയുടെ അപ്പനും അവിടെ പോയിരിക്കും. ഇനി അടുത്തത്
ജിജിയുടെ അപ്പൻ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ കയറി വരും. വരുമ്പോ കാല് കൈയോടെ വരും. കുറച്ചു നേരം ക്യാബിനിൽ നിന്ന് ജിജിയോട് സംസാരിച്ച് ഇറങ്ങി പോകുമ്പോൾ ഒരു ചെറിയ കവർ കാണും, കുറച്ച് കാശ്. മാഷ് കണ്ടിട്ടുണ്ടോ? എന്താ ചിരിക്കുന്നത്? അല്ല, കണ്ടതല്ലേ, എല്ലാവരും കാണുന്ന കാര്യം. എന്നിട്ട് പോയിട്ട് നേരെ ചാലക്കുടി KSFയിൽ മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും വീട്ടിൽ ചിട്ടി ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ചിട്ടി? ഇതൊന്നും ഞാൻ പോയി തെളിവെടുത്തിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, കുറെ ചിട്ടിയുണ്ട്. ഇതൊക്കെ ഇനി മാധ്യമത്തിന്റെ ധർമ്മമാണ് എന്നെ അന്വേഷിച്ച് കണ്ടെത്താന്നുള്ളത്. മാധ്യമങ്ങളുടെ ധർമ്മമാണ് ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്താന്നുള്ളത്. എനിക്ക് പറ്റുന്നില്ല. ഐ എം ഹെൽപ്ലെസ്. ഇപ്പൊ ജിജി എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ ഈസ്റ്ററിന്റെ തലേന്ന് ഈ ബിൽഡിങ്ങിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോ അവള് ഒരു പീച്ചാത്തി എടുത്ത് ഓടിങ് വന്ന് എന്റെ നെഞ്ചത്ത് കുത്താൻ, തന്നെ ഞാൻ കുത്തി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ആഞ്ഞ് കുത്തുന്ന് എനിക്ക് തോന്നിയപ്പോ ഞാൻ അങ്ങ് തെന്നി മാറിയതും എന്റെ കയ്യിൽ കത്തി കൊണ്ട് ഒരു വലിയ ആ പാടവിടെ ഇല്ലേ, ഒന്ന് കാണിച്ചു കൊടുക്കാം, കണ്ടോ? കുത്തുകൊണ്ട് ഞാൻ ചോരയോടെ ഓടി കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ചെന്ന് പോലീസുകാരോട് കാര്യം പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, പത്രത്തിലെല്ലാം വരുന്നത് എങ്ങനെയായിരിക്കുന്നത്, മദ്യലഹരിയിൽ ജിജി ഭർത്താവിനെ കുത്തി കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ജീവിതം തീരും, എല്ലാം തീർന്നു പോകും, അതുകൊണ്ട് ദയവ് ചെയ്ത് കേസാക്കണ്ട എന്ന് പോലീസ്. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ആക്കണമെങ്കിൽ ഇവിടെയല്ല, നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ആ സ്റ്റിച്ച് ഒന്ന് ഇടിച്ചിട്ട് MLC ആക്കി കേസാക്കിക്കോളാം. ഞാൻ എന്റെ മക്കളെ ഓർത്തു, ഭാര്യ ഓർത്തു, ചെയ്തില്ല. മറിച്ച് ഞാൻ ചെയ്തതെന്നറിയും, ജിജിയെ ഒന്ന് ഭയപ്പെടുത്താമെന്ന് കരുതി ഞാൻ സുനിൽ ജോസ് എന്ന് പറയുന്ന ചാലക്കുടിയിൽ ഒരു വക്കീലിനെ കണ്ട് ഒരു വക്കീൽ നോട്ടീസ് അവർക്ക് അയപ്പിച്ചു. ആ വക്കീൽ നോട്ടീസിൽ ഒരു സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെ ദേഹോപദ്രവം ചെയ്യുന്നത് കൊണ്ട് മാരിയോ നിങ്ങളുടെ വീട്ടിൽ താമസിക്കില്ല, ഡിവൈൻ ധ്യാനകേന്ദ്രത്തിനകത്ത് വീട്ടിൽ താമസിക്കില്ല, ആള് പിലാർമൊഴിയിലുള്ള അക്കാഡമിയിലായിരിക്കും താമസിക്കുക, ആ പ്രിമേസിൽ പോയി നിങ്ങൾ ഒരിക്കലും മാരിയോയെ ഉപദ്രവിക്കരുത് എന്ന് വക്കീൽ നോട്ടീസിൽ കൊടുക്കുകയും ചെയ്തു. വക്കീൽ നോട്ടീസ് വായിച്ചവർക്കൊക്കെ അതറിയാം, എല്ലാവർക്കും അതറിയാം. ഇത് കൊടുത്തിട്ടും ഇപ്പൊ സംഭവിച്ചത്, കുറച്ച് ദിവസം മുമ്പ് ഒരു ദിവസം ഞാൻ ജിജിയോട് പറഞ്ഞു, നീയും കുടുംബക്കാരും ഇങ്ങനെ പാവപ്പെട്ടവരുടെ കാശ് എടുത്താൽ അത് നമ്മുടെ മക്കൾക്ക് ശാപമായിട്ട് മാറും, നമ്മളെല്ലാം തകർന്നു പോകും, എനിക്കത് പറ്റുന്നില്ലതാ. ഞാൻ ചാരി ഈറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ചെറിയ സൂത്രം കാണിക്കുന്ന ട്രസ്റ്റുകാരെ തമാശയിൽ കളിയാക്കിയതിനു വേണ്ടി സൊസൈറ്റിയിൽ നിന്ന് ഒത്തിരി തെറി കേട്ടവനാണ്. അതേ ഞാൻ തന്നെ അവസാനം അങ്ങനത്തെ ഒരു ട്രസ്റ്റ് നടത്തേണ്ടി വരുന്നതിന്റെ ദുഃഖമുണ്ട്. അതുകൊണ്ട് ഞാനൊരു കംപ്ലൈന്റ് നിനക്കെതിരെ ഞാൻ പറയും ഇൻകം ടാക്സിൽ എന്ന് പറഞ്ഞു. കാര്യം ഈ വർഷം അവർക്ക് 4 ലക്ഷം രൂപ എന്തോ ടാക്സ് കിട്ടണമെന്നെന്തോ പറഞ്ഞു. അത് കേട്ടപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവള് വയലന്റായി, പേരൻസും വയലന്റായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞപ്പോ 2 കാറിൽ ഒരു 8 പേര് അവിടെ വന്നു. പക്ഷെ പറമ്പിൽ പണിക്കാരുള്ളതുകൊണ്ട് ഭായിമാരുള്ളതുകൊണ്ട് അവർ പോകാൻ ഇവർ പുറത്തു പോയി വിളിച്ചിട്ടു. പോയി കഴിഞ്ഞ് ഇവർ ഇറച്ചിങ് വന്നു ആ വീട്ടിലേക്ക്. ഞാൻ തന്നെ നിർത്തി, അത് ഗ്ലാസ് ആണ് ഡോറ്. ഞാൻ അത് ഓടിപ്പോയി ക്ലോസ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് ക്ലോസർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടയില്ല, അതിങ്ങനെ പതുക്കെ അടയുള്ളൂ, ഓട്ടോ ക്ലോസർ കിടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ജിജി വാതിലോട്ട് ഒറ്റ ചവിട്ടി വെച്ച് ഞാൻ തെറിച്ചു വീണ്. ഞാൻ ചാടി എഴുന്നേറ്റപ്പോഴേക്കും ഇവള് നേരെ എന്നെ കരുത്തെ പിടിച്ചു, ഒറ്റപ്പെടുത്തും. അത് പിടിച്ചു എന്നുള്ളത് ജിജിയുടെ ഒരു അങ്കിള് തന്നെ നിന്നോട് പറയാൻ ഇടയായിട്ടുണ്ടല്ലേ? അതൊന്ന് കൊടുത്ത മൈക്ക് കൊടുത്തു. ജിജിയുടെ എന്നോട് മാഡത്തിന്റെ അങ്കിള് പറഞ്ഞിരുന്നു, കഴുത്തിന് ഞെക്കി പിടിച്ച് പൊക്കി മാരിയോയെ കഴുത്തിന്. ജിജിയുടെ അങ്കിൾ, അമ്മയുടെ ബ്രദറാണ് പറഞ്ഞത്. അങ്ങനെ കഴുത്തെ പിടിച്ച് ഞെക്കിയപ്പം സ്വാഭാവികമായും മരിച്ചു പോകുന്നുള്ള പേടിയിൽ ഞാൻ അവളുടെ പുറത്തിട്ട് ഇങ്ങനെ അടിച്ചു. ഇതാണ് ഞാൻ ചെയ്തിട്ട് അടിച്ചതും കുറെ കൊണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ ഈ മരണ അഭിപ്രായത്തിലല്ലേ, അവളൊന്ന് വിട്ടു. ഞാൻ അടുത്ത ഡോറ് തുറന്നു മേളിൽ പോയി, അത് അകത്തുനിന്ന് കുത്തിയിട്ടു. പക്ഷെ ഇവള് ആ ഡോറിന് ഇടിച്ച് അത് പൊട്ടിച്ചു. എന്നിട്ട് ഇവള് 1ാം നിലയിൽ പോയി. ഞാൻ 1ാം നിലയിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയപ്പോ എന്താ, നിങ്ങളന്ന് ഇദ്ദേഹത്തിന്റെ പേര് ബൈജു എന്നാണ്. ഇദ്ദേഹം നമ്മുടെ ഒരു പൂത്തുവാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രൈബൽസിന്റെ വീട് പണി നടക്കുന്നുണ്ട്. അവിടെ തുടക്കത്തിൽ ഉണ്ടായ വിഷയങ്ങൾ പറയാതിരിക്കുന്ന ഭേദം. പിന്നെ പറയാം, ഇതെന്ന് പറഞ്ഞു. ഞാൻ അവിടെ 2 ആൾ തട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. തട്ട് വിളിക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരെ കൂലി കൊടുക്കാൻ വേണ്ടി ഞാൻ പൂത്തുവാറ പോയി ട്രൈബൽസിന്റെ അവിടെ തിരിച്ചു വരുമ്പോ പീലാർമൂഴി കൂടെ വന്നേ, ഇനി കൂടെ കയറിയിട്ട് പോകാന്ന് വെച്ചു. അവിടെ കയറിയ ഫ്രണ്ടിൽ വന്നപ്പോഴാണ് ഒരു ഒച്ച കേട്ടത്. ഒരു കൊച്ചുകുട്ടി കരയണ സൗണ്ട്, ഒച്ച എടുക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടാണ് ഞാൻ അങ്ങനെ കയറി ചെല്ലുമ്പോ മേഡം തല പൊട്ടിച്ചു എന്ന് പറഞ്ഞ ബ്രദർ ബോക്സ് അടിച്ചു ഏതാണ്ടൊക്കെ ഇതിപ്പോ കേൾക്കുന്ന ന്യൂസ്. പക്ഷെ ഞാൻ നേരിട്ട് കണ്ട ആളാണ്. മേഡം ആ ഗ്ലാസും ഇട്ട് തല ഇങ്ങനെ ഇടിച്ചുകൊണ്ട് ഇറങ്ങി വട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒച്ച എടുക്കുന്ന കണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് എന്തോ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറികളും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസും ഇട്ട് വീണ്ടും ഇതിങ്ങനെ അടിച്ച് ഇതിനെ ശരിയാക്കൂടാന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഓടി മാറി. കാരണം വെച്ചാല് അവരാ വെപ്രാളവും ഇത് കണ്ടിട്ട് ഞാൻ തന്നെ ഭയപ്പെട്ടു പോയി. അന്ന്
100-ൽ വിളിച്ച് പോലീസിൽ ഇവരെ കൊല്ലാൻ വരുന്നു എന്ന് കംപ്ലൈന്റ് ചെയ്തത് ആദ്യം ഞാനാണ്. കാരണം ഇവർ കൊന്നു കളയുമായിരുന്നു. കാരണം ഇവർക്ക് ഇവരുടെ ഈ കള്ളത്തരം പുറത്തു പോയാൽ എന്താവും എന്നുള്ള ഭയം കൊണ്ട് എന്നെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഇവരെല്ലാം എന്നോട് യുനാനിമസ്ലി പറയാറുണ്ട്, ബ്രദർ സൂക്ഷിക്കണം, ചിലപ്പം ജീവൻ അപായപ്പെടുത്തും. എല്ലാരും പറയുന്ന കാര്യമാണ്, ബ്രദർ സൂക്ഷിക്കണം, ജീവൻ വരെ അപായപ്പെടുത്തും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാറി വരെ താമസിച്ചെന്ന് ഓർക്കണേ. വിഷമമുണ്ട് പറയുന്നതിൽ. ജിജി ഒരു തികഞ്ഞ മദ്യപാനിയാണ്. രാവിലെ മുതൽ രാത്രി വരെ കുടിച്ചു. ഇവർക്കെല്ലാം അറിയാം. ഇന്ന് ഞാൻ സംസാരിച്ചപ്പോ ഇവര് ബോട്ടിൽ കൊണ്ടുവച്ച് കളഞ്ഞ കാര്യം ഇദ്ദേഹം പറയായിരുന്നു. കുറച്ചു മുമ്പ് എന്തായിരുന്നു? അയ്യോ, അവിടെ ബോട്ടിൽ കൊണ്ടിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ ബോക്സ് കണക്കിനാണ് ബോട്ടിൽ കൊണ്ട് വെച്ചത്. അതോ നല്ല വിദേശ മദ്യം വരെ, നല്ല വിദേശം, നല്ല സ്ട്രോങ് സാധനങ്ങളൊക്കെ അത് പറക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവൻ ഇത്രയും ക്രൂരമായി പോകുന്നത് മദ്യം എന്ന ഒന്ന്, 2 പണം എന്ന അഹങ്കാരം. ഭയങ്കര ലാവിഷ. നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കോ, മോഡിഫൈ ചെയ്ത് ജീവിക്കാൻ എന്തുമാത്രം കാശ് കളയുന്നുണ്ടെന്നുള്ളത്. സോറി കേട്ടോ, കുറ്റം പറയുന്നതായിട്ട് എടുക്കില്ല. എനിക്ക് വേറെ വഴിയില്ല. ഞാൻ എന്താണ് സംഭവിച്ചെന്ന് പറയാതെ വഴിയില്ല. ഐ എം റിയലി ഹെൽപ്ലെസ്. പലരും പറയുന്നുണ്ട് പരസ്പരം ചെളിവാരി എറിയരുത്, നിങ്ങൾ കുറ്റം പറയരുത്, സോൾവ് ചെയ്യണേ. ഞാനൊരു കാര്യം പറയാം, എനിക്കെല്ലാം സോൾവ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയോ? ഈ ട്രസ്റ്റിൽ നിന്ന് ഇവർ കൊണ്ടുപോയ എല്ലാ സമ്പത്തും തിരിച്ച് പൊതുജനത്തിന്റെ കയ്യിലെത്തണം. എത്തിയേ പറ്റും. ആ ബിൽഡിംഗ് വിറ്റ് അതിന്റെ കാശ് കൊണ്ട് 10-15 വീടുകൾ പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കണം. കാര്യം പറഞ്ഞ് നമ്മളുടെ പേപ്പ അങ്ങനെയൊന്നും എന്റെ മക്കളെ ആസ്വദിക്കുന്നത്, ജിജിയുടെ കുടുംബക്കാരും ആസ്വദിക്കും. അവർക്ക് അല്ലാതെ തന്നെ ഉണ്ടല്ലോ, പറ്റില്ല. രണ്ടാമത്തെ എന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ PKF, അതായത് കമ്പനി ആക്ടിലുള്ള ട്രസ്റ്റി അജ്മലിനെയും മാഷിനെയും കളയണം. ഇന്ന് രാവിലെയും ജിജി വോയിച്ചിട്ടു. അവരെല്ലാം പുറത്താക്കി, ഇവരെല്ലാം കളയും, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കാം. ഇന്ന് രാവിലെയും വോയിച്ചിട്ടു. എനിക്കത് പറ്റില്ല. മദ്യം നിർത്തുക, ഇവരെ ഒഴിവാക്കാതിരിക്കുക, കമ്പനി ആക്ടിലുള്ള അല്ലെങ്കിൽ MCA പോർട്ടൽ രജിസ്റ്റർ ചെയ്ത സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് മോണിറ്റൈസ് ചെയ്യുന്ന ആർക്കും കൈയിട്ട് വരാൻ പറ്റാത്ത ആ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതുവരെയും തൽക്കാലം ട്രസ്റ്റ് കുറച്ച് ദിവസം അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ നിയമത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നിയമത്തിന്റെ വഴിയാണ് ഇത് ബാക്കിയെല്ലാം പുറത്തേക്ക് വരിക. അതുകൊണ്ട് ഇതിനൊന്നും കൺക്ലൂഷൻ വരേണ്ടത് ഞാനല്ല, നിയമപാലകർ ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തി അതിന് ന്യായമായ വിധി നടത്തുന്നത് വരെ കാത്തിരിക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഫിലോകാലിയ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റും നമ്മൾ തടസ്സപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന് 4-5 അക്കൗണ്ട് ഉണ്ട്, കുറെ അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷെ ഫിലോകാലിയ ഫൗണ്ടേഷന് ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ. അത് SIB ചാലക്കുടിയാണ്. SIB അതിൽ ഡയറക്ടേഴ്സ് ഞങ്ങളാണ്, ഈ ഇരിക്കുന്ന ഞങ്ങളാണ്. ഇതിൽ ആർക്കും കാശിന് ആവശ്യമില്ല. അജ്മല, നിനക്ക് വല്ലതും ആരുടെ കയ്യിൽ നിന്ന് മേടിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് സ്വന്തം ബിസിനസ് ഉണ്ട്. കേരള കാർസ് സത്യം പറഞ്ഞ എന്നെക്കാളും പണക്കാരനാണ്. ഇപ്പൊ പേഴ്സണലി എന്നെക്കാളും പണക്കാരനാണ്. സത്യം, എന്റെ ഡ്രൈവറായി വന്നതാ. ഇത് ആന്റണി പെരുമാറിന്റെ അവസ്ഥയാണ്. അതുകൊണ്ട് അവൻ ഒരു രൂപ ആവശ്യമില്ല. പിന്നെ മാഷിനും ടീച്ചർ അവരുടെ ഗവൺമെന്റ് പെൻഷൻ തന്നെ, കാരണം 2 പേരും ഗവൺമെന്റ് ഹെഡ് മാസ്റ്റേഴ്സ് റിട്ടയർഡ് ആയതാണ്. അതുകൊണ്ട് അവർക്കും ഒരു രൂപ ആവശ്യമില്ല. പിന്നെയും ചിലപ്പോൾ വണ്ടിയിൽ പെട്രോൾ ഞാൻ ഒഴിച്ചെന്ന് വരാം. അതിപ്പോഴേ ഞാൻ പറയാം, വല്ല ഭക്ഷണവും ഞാൻ കഴിച്ചെന്ന് വരും. അല്ലെ ബിന്ദു, നമ്മുടെ അക്കൗണ്ടന്റ് ആണ് ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ എന്തെങ്കിലും വല്ല പെട്രോൾ ബില്ലും അല്ലാതെ എന്തെങ്കിലും എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഫിലോകാലിയയിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഞാനും സുലേഖയും 50 പൈസ പോലും ഫിലോകാലിയിൽ നിന്ന് പറ്റിയിട്ടില്ല. എന്റെ വണ്ടി ഓടുന്നു, എന്റെ വണ്ടിക്ക് ഞാൻ ഡീസൽ അടിക്കുന്നു, ഞാൻ ഭക്ഷണം കഴിക്കുന്നു. താമസിക്കുന്നത് മാരിയോയുടെ പേരിലുള്ള ഉറുമ്പുകുത്തുള്ള ഭവനത്തിലാണ്. അതിന് ഞാൻ വാടക കൊടുക്കുക. എന്നോട് മാരിയോ പറഞ്ഞായിട്ട് ഈ കേരളം മുഴുവനും മരുന്ന് കൊടുക്കാൻ കോവിഡ് കാലത്ത് പോയപ്പോൾ കേരളം മൊത്തം മരുന്ന് കൊടുക്കാൻ യാത്ര ചെയ്ത ഒരാളാണ്. അന്നും ഇനത്തിലോ അല്ലെങ്കിൽ ഒരു ഐറ്റത്തിലോ 10 പൈസ വാങ്ങാത്തവരാണ് ഞാൻ സുരേഖ. സത്യസന്ധമായി പറയുകയാണ്. പറയട്ടെ, അക്കൗണ്ടന്റ് പറയട്ടെ. 2 അക്കൗണ്ട് പോയ അക്കൗണ്ടന്റ് പറയണം. ഒരിക്കൽ പോലും 5 പൈസ പോലും മാര്യ പലപ്പോഴും പറഞ്ഞിട്ട് മാഷിന്റെ കാറിനെങ്കിലും ഒന്ന് വേണമെങ്കിൽ വെണ്ണ അടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, അത് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ മതി. ഞങ്ങൾക്ക് ഇനി കിട്ടുന്ന പൈസ പരമാവധി ഞങ്ങൾ പൊതുജനങ്ങൾക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അതും മതി. പിന്നെ ഈ 25-ാം തീയതി, ഈ കഴിഞ്ഞ മാസം 25-ാം തീയതി പരിചയുടെ വീട്ടിലും പിലാർമൊഴിയിൽ ജിജിയും സംഘവും പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷം അവര് നേരെ അങ്ങനെ പരിക്ക് പറ്റിയെങ്കിൽ അവർ ആശുപത്രി പോകേണ്ടതിന് പകരം നേരെ 10-18-20 കിലോമീറ്റർ അകലെയുള്ള ഉറുമ്പൻകുന്നില് ഞാനും സുലേഖയും മാത്രം താമസിക്കുന്നു. റോഡ് മോശമായതുകൊണ്ട് 3 മണിക്കൂർ എടുക്കും അവിടെ വന്നത്. വന്നപ്പോൾ ഞാൻ സാധാരണ ജിജിയല്ലേ വരുന്നേ, വന്നു കയറിയിരിക്കാൻ പറഞ്ഞു. വന്നപ്പോ ജിജിയുടെ അനിജിത്തിയുടെ ഭർത്താവ്, അത് പൂനെയിലുള്ള അവരുടെ ഭർത്താവ്, പിന്നെ റിങ്കു, പിന്നെ ഇവര് ഒരു സംഘമാണ്, അഡോണ എന്ന് പറഞ്ഞവരുടെ മകള്, ഈ സംഘമാണ് വന്നപ്പോ ഞാൻ പറഞ്ഞു കയറിയിരുന്നു. വന്നതെ ഇരച്ചു പിടിച്ച് ജിജിയുടെ അനിജിത്തിയാണ്. ചീത്ത എന്നെല്ലാം പറഞ്ഞാല് എന്തെല്ലാം പറഞ്ഞതെന്നറിയോ? അത് കഴിഞ്ഞ് ടീച്ചറിന്റെ കൈ നോക്കിട്ട് അടിക്കാൻ ചെന്നു. അതുപോലെ തന്നെ ഏറ്റവും വേദനാജനകമായിട്ട് എന്റെ മനസ്സിലൊക്കെ കിടക്കുന്നത് ആ കുട്ടിയുടെ കൊണ്ട്, അഡോണയെ കൊണ്ട്, ആ കുട്ടി ചെറിയ കുട്ടിയാണ്, പറഞ്ഞു കൊടുത്ത് പറയുകയൊക്കെ
നിങ്ങളുടെ മകൻ ചത്തുപോയതല്ലേ, അത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ് കുറേ മാനസികമായിട്ട് വിഷമിപ്പിച്ചു. ജിജിയും അതുപോലെ തന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോടൊന്നും ഞാൻ മറുപടി പറയാം, എന്തെങ്കിലും പറയാണ്ട് ഓഫീസിൽ വെച്ച് പറയാം, അല്ലെങ്കിൽ അധികാരികളുടെ മുന്നിൽ വെച്ച് പറയാം, ഇവിടെ വെച്ച് നിങ്ങളൊന്നും സംസാരിക്കുന്നു. എന്നിട്ടും അവര് കണ്ടമാനം പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ ഞാൻ കാണുന്ന ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. മാഷിന്റെ വീട്ടിൽ കാര്യം സംസാരിക്കാൻ ജിജിയും മകളും മാത്രം വന്നു എന്നുള്ള മട്ടിലാണ്. അവിടെ CCTV ഇല്ല, ഞങ്ങളുടെ ഫോണിൽ നിന്നൊന്നും ഒരു വീഡിയോ എടുത്തിട്ടില്ല. അവര് തന്നെ വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്ത് വന്ന് അവിടെ എന്നോട് സംസാരിക്കും, ജിജിയും അഡോണയും മാത്രം സംസാരിക്കുന്നത് മാത്രം ഒരു ഭാഗം വീഡിയോ ഇട്ടിട്ട് കണ്ടു വളരെ സമാധാനമായിട്ട്. എന്നിട്ട് അഡോണെ ബലമായിട്ട് പിടിച്ചോണ്ട് പോകണമെന്നൊക്കെ അതിനകത്ത് കുറച്ച് കാണുന്നുണ്ട്, അത് അവർക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. ബലമായിട്ട് അഡോണ വളരെ അക്രമാസക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അതിനു മുമ്പ് ജിജിയുടെ അനുജിത്തി പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ കൈ ഓങ്ങിക്കൊണ്ടുവന്ന ടീച്ചറിന്റെ മോനെ, ഈ അമ്മയുടെ പ്രായമുള്ള അവരുടെ നേരെ കൈ ഓങ്ങിക്കൊണ്ടുവന്ന് നീ എന്റെ നേരെ കൈ ഓങ്ങാണോ എന്ന് മാത്രമേ ടീച്ചർ ചോദിച്ചുള്ളൂ. അതുപോലെ ഞങ്ങള് അവര് തന്നെ കാണിച്ച വീഡിയോ കാണാൻ ഞങ്ങൾ രണ്ടുപേരും ആ കസേരയിൽ വെറുതെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ജിജി എന്താ പറഞ്ഞ, ജിജി എന്താ പറഞ്ഞത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്നിട്ട് വളരെയധികം അസത്യമായ, ഇത്രയധികം നീതിക്ക് നിരക്കാത്തതല്ല എന്റെ വീഡിയോ ഇട്ടിട്ട് പറയാണ് അവിടെ മാഷ് കള്ളക്കേസ് കൊടുത്തു. ഞാൻ കള്ളക്കേസ് കൊടുത്തതല്ല. അവിടെ അന്നേരം ഓടി വന്ന് എനിക്കൊരു പരിവേഷം വന്നു, തലകറക്കം വന്നു. അപ്പൊ ഓടി വന്ന ഞാൻ എപ്പോഴും വിളിക്കുന്ന ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചു. അവൻ വന്നു പറഞ്ഞു മാഷെ വേഗം ആശുപത്രി പോകും. ടീച്ചറിനും ആയ സങ്കടം, എനിക്കാണെങ്കിൽ ഷുഗർ വളരെ കൂടുതലുണ്ട്, BP യുടെ പ്രശ്നമുണ്ട്. ഉടനെ ടീച്ചറും കരയാൻ തുടങ്ങി. ഉടനെ ഓട്ടോറിക്ഷ കയറ്റി എന്നെ